സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്രമതിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ത്യാഗരാജൻ കൊടുത്ത കള്ളക്കേസിനെ തുടർന്ന് ഗിരീഷ് മാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ കാട്ടൂരാൻ ഇടപെട്ട് ആ കേസിൽ നിന്നൊക്കെ പുറത്തിറക്കി കൊണ്ടുവന്ന് അദ്ദേഹം തൻ്റെ പഴയ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആ സമയത്ത് സ്കൂളിൽ ചെല്ലുമ്പം അയാളുടെ ജോലി നഷ്ടമാകുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഗിരീഷ് മാഷ് വീട്ടിലേക്ക് വരുന്നു. എന്നാൽ മാഷ് പറയുന്നത് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു, സ്ട്രൈക്ക് ആയതുകൊണ്ട് ക്ലാസ് ഇല്ലെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കള്ളം പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ടെങ്കിലും ഗിരീഷ് മാഷിൻ്റെ ജോലി നഷ്ടമായ കാര്യം വീട്ടിലെല്ലാവരും അറിയുന്നു. സ്കൂളിൽ നടന്ന എല്ലാ കാര്യങ്ങളും രജനിയെ വിളിച്ചറിയിക്കുന്നത് കൂടെ വർക്ക് ചെയ്യുന്ന ആ മാഷ് തന്നെയാണ്. എന്നിട്ട് പറയുന്നുണ്ട് സ്കൂളിൽ നിന്ന് വല്ലാണ്ട് വിഷമിച്ചാൽ പോയത്, അതുകൊണ്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒന്ന് വിളിച്ച് പറയണേ എന്നൊക്കെ പറയുന്നു. എന്തായാലും ഇതിനെ തുടർന്ന് പ്രഭാവതിയുടെ മനസ്സമാധാനം കൂടുതൽ നഷ്ടമായെന്ന് തന്നെ പറയാം. അങ്ങനെ വീട്ടിലെല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. ദേവികയും നന്ദനും പതിവ് പോലെ ഗൗരിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഗൗരിയെ കണ്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നു. കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഗൗരി പറയുന്നുണ്ട്, ഇത് ത്യാഗരാജൻ മനഃപൂർവ്വം നിങ്ങൾക്ക് തന്ന പണി തന്നെയാ. അന്നേരം ദേവിക പറയുന്നുണ്ട്, അതല്ല എനിക്കറിയാം, ചന്ദ്രമതി ആൻറ്റിയെ തനൂജ കൊണ്ടുപോയിട്ടുണ്ട്, എങ്ങോട്ടേക്കാണെന്നും എനിക്കറിയില്ല. എന്തായാലും ചന്ദ്രമതി ആൻറ്റിയുടെ ഇനിയുള്ള ജീവിതം എന്താകുമോ എന്തോ. അന്നേരം ഗൗരി പറയുന്നുണ്ട്, എന്തായാലും തനൂജ മാറിയിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി ആൻറ്റിയെ അവർ പൊന്നുപോലെ നോക്കുമായിരിക്കും എന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. മാഷിൻ്റെ ജോലി പോയ കാര്യം ഗിരിയുടെ അമ്മ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഒടുവിൽ അവരറിയുന്നുണ്ട്. തൻ്റെ മകന് ഒരു പേരുദോഷവും കേൾപ്പിച്ചിട്ടുമില്ല, എന്നാൽ ഇപ്പോൾ പേരുദോഷമുണ്ട്. അതിനെ തുടർന്ന് തൻ്റെ ജോലിയും പോയെന്നുള്ള കാര്യം അറിഞ്ഞ് അമ്മ ആകെ അങ്ങ് വിഷമിക്കുന്നു. ഇനി എങ്ങനെ ജീവിക്കും? ആകെയുള്ള ഒരു വരുമാനമാണ്, ആ ഒരു വരുമാനത്തിലാണ് എല്ലാവരും കഴിയുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അമ്മയ്ക്ക് ആകെ അങ്ങ് ടെൻഷനാകുന്നു. അതേസമയം തന്നെ മാഷ് കണ്ണു നിറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അതേസമയം അമ്മ ഓടി വന്ന് മാഷിനെ കെട്ടിപ്പിടിച്ച് മോനെന്ന് പറഞ്ഞ് കരയുന്നു. അതേസമയം രജനി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് വിഷമിക്കുന്നുണ്ട്. അതേസമയം രജനിക്കറിയാം തൻ്റെ അമ്മയും സഹോദരനും ഭാര്യയും വന്നു നിന്നതിനെ തുടർന്നാണ് എൻ്റെ ഭർത്താവിന് ഈ ദുരവസ്ഥ ഉണ്ടായതെന്ന്. ആ വിഷമത്തിൽ രജനിയും നെഞ്ചുരുക്കി കരയുന്നു. അതേസമയം ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ആ ത്യാഗരാജൻ കളിക്കുന്ന കളി തന്നെയാണ് ഇത്, അവനിട്ടൊരു പണി കൊടുത്തേ മതിയാവുമെന്ന് ഗിരീഷ് പറയുമ്പോൾ അമ്മ പറയുന്നു, അതൊന്നും വേണ്ട, ഒന്നുമില്ലെങ്കിൽ ഇപ്പം ജീവനെങ്കിലും തിരിച്ചു കിട്ടിയെന്ന് പറയാം. നീ ചന്ദ്രമതിയെ തിരക്കി പോയതായിരിക്കും, പക്ഷെ കാര്യങ്ങൾ പോയ പോക്ക് കണ്ടില്ലേ, അതാ ഞാൻ പറഞ്ഞത് സൂക്ഷിച്ച് കളിക്കണമെന്ന്. ഇപ്പം എല്ലാ അർത്ഥത്തിലും നമ്മൾ മാനം കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ. നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്, ഞാനും നീ ഇവിടെ സന്തോഷത്തിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന എന്നൊക്കെ രൂപത്തിൽ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇതെല്ലാം പ്രഭാവതി കേൾക്കുന്നുണ്ടായിരുന്നു. അതേസമയം ത്യാഗരാജൻ അരുന്ധതിയെ കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. ഇതുപോലെ തനൂജ ചന്ദ്രമതിയെ തേടി വന്ന് ചന്ദ്രമതി രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം പറയുന്നു. അത് കേട്ട് അരുന്ധതി ആകെ കലിയോടെ പറയുന്നുണ്ട്, അവൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല, അങ്ങനെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. മാത്രമല്ല അവൾ പ്രഭാവതിയുടെ ആളാണ്, പുറത്തു പോയെങ്കിൽ അവൾ കമ്പനിയും കാര്യങ്ങളും എല്ലാം പ്രഭാവതിക്ക് തന്നെ വിട്ടുകൊടുക്കും. പുറത്തിറങ്ങി അവൾ പ്രഭാവതിയെ കണ്ടിട്ടായിരിക്കും പോയേക്കുന്നത്. പ്രഭാവതിയെ കണ്ട് സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം എഴുതി കൊടുത്തോന്ന് ചോദിച്ചാൽ പോലും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ എല്ലാ പ്ലാനും പൊളിയും. എത്രയും പെട്ടെന്ന് ആ ചന്ദ്രമതിയെ കണ്ടുപിടിക്കണം. അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട്, അതത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം മേഡം. നിന്റെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയാൽ മാത്രമേ എൻ്റെ കാര്യങ്ങളും പെർഫെക്റ്റ് ആവൂ. എൻ്റെ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തതെന്നുള്ള കാര്യം നീ മറക്കണ്ട. എനിക്കെല്ലാം അറിയാം മേഡം എന്നൊക്കെ ത്യാഗരാജൻ വിനയത്തോടെ പറയുന്നുണ്ട്. അതേസമയം പ്രഭാവതിയും നന്ദനും ദേവികയും ഒരു കടുത്ത തീരുമാനം എടുക്കുന്നു. എന്തായാലും ഇപ്പം നന്ദനും ദേവികയ്ക്കും ജോലിയുണ്ട്, അതുകൊണ്ടൊരു വാടക വീടെടുത്ത് നമുക്കവിടേക്ക് മാറാമെന്ന് പ്രഭാവതി അഭിപ്രായം പറയുന്നു. ഈ ജോലി അവർ വാടകയ്ക്ക് മാറുന്നതോടെ പോകുന്ന ജോലിയാണെന്നും പ്രഭാവതിക്ക് അറിയത്തില്ലല്ലോ. ഒരാളെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ആ ജോലിക്ക് പോകുന്നെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ലായിരുന്നു, ആ ജോലിയെങ്കിലും സ്ഥിരമായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കായിരുന്നു. ഇത് രണ്ടുപേരും ജോലിക്കായിട്ട് പോകുന്നത് അരുന്ധതിയുടെ സ്ഥാപനത്തിലേക്കാണ്. എന്തായാലും നമ്മളിനി ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറുന്നതാണ് നല്ലത്. ഇപ്പം ഗിരീഷേട്ടൻ്റെ ജോലി പോയി, ഇനി ഗിരീഷേട്ടൻ്റെ അമ്മയ്ക്കും കൂടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഗിരീഷേട്ടൻ തന്നെ നമ്മളെ അടിച്ചിറക്കും, അതിനു മുമ്പ് മാറുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ നന്ദൻ എല്ലാവരോടും പറയുന്നുണ്ട്. എന്നിട്ട് ഗിരീഷിൻ്റെ അരികിലേക്ക് നന്ദൻ വരുന്നുണ്ട്. എനിക്ക് ഗിരീഷേട്ടന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, കുറച്ച് പണം ഞാൻ തന്നു എങ്കിലും അതെൻ്റെ ആവശ്യത്തിന് തന്നെ മടക്കി തന്ന നല്ല മനസ്സിനുടമയാണ് ഗിരീഷേട്ടൻ. എൻ്റെ രജനി ചേച്ചി മറ്റൊരു വിവാഹം കഴിച്ച ആളാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ വിവാഹബന്ധം വേർപ്പെടുത്തിയതിന് ശേഷം പൂർണ്ണ മനസ്സോടെയാണ് ചേച്ചിയെ കല്യാണം കഴിച്ചത്.
ഇത്രയും നല്ല മനസ്സിനുടമയായിട്ടുള്ള ഒരാളെ കിട്ടണമെങ്കിൽ തപസ്സിരിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തു, ഞാനും അമ്മയും എല്ലാവരും. എന്താണെന്ന് ഗിരീഷ് ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, ഗിരി, ഞങ്ങൾക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. നീ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. ഞങ്ങൾ ഇവിടുന്ന് മാറിയാലോ എന്നാ ആലോചിക്കുന്നേ. ഇപ്പം തന്നെ മോനൊരു മാനക്കേടുണ്ടായി, അതിനെ തുടർന്ന് ജോലിയും നഷ്ടമായി. ഇനി അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കും കൂടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് താങ്ങാനാകില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മാറുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. മാത്രമല്ല, നന്ദനും ദേവിയേക്കും ഇപ്പോൾ ജോലിയുണ്ടല്ലോ. ഒരു കൊച്ചു വീട് വാടകയ്ക്കെടുത്ത് പോകുന്നതാ നല്ലതെന്നാ എൻ്റെ മനസ്സ് പറയുന്നേ. ഗിരീഷിൻ്റെ അടുത്ത് രജനി മാത്രമേ ഉള്ളൂ, അമ്മയെ കാണിക്കുന്നില്ല. എന്നാൽ പ്രഭാവതി പറഞ്ഞ കാര്യം കേട്ടിട്ട് ഗിരീഷിന് ആകെ അങ്ങ് ദേഷ്യമാകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, രജനി, അമ്മ പറഞ്ഞു കേട്ടില്ലേ, അവർക്ക് ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന്. എത്രയും പെട്ടെന്ന് അവരുടെ എല്ലാ സാധനങ്ങളും എടുത്തു കൊടുത്തേരെ. നിൻ്റെ കയ്യിലുള്ള സാധനങ്ങളും അവരുടേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇപ്പം തന്നെ എടുത്തു കൊടുത്തേരെ. അവരിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട, ഇപ്പം തന്നെ ഇറങ്ങിപ്പോട്ടെ. രജനി അത് കേട്ട് ആകെ അങ്ങ് ഷോക്കായിട്ട് കണ്ണ് നിറയുന്നുണ്ട്, ഒന്നും പറയാനാകാതെ. എന്തായാലും ഗിരീഷ് മാഷ് ഇങ്ങനെയൊന്നും പറയുന്ന ആളല്ല. പ്രഭാവതി ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് താങ്ങാനാകാതെ മനസ്സ് തകർന്ന് ഓരോന്നും പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരിക്കലും ഗിരീഷ് മാഷ് അങ്ങനെയൊന്നും പറയുന്ന ആളല്ല. ഇത്രയൊക്കെ താൻ മാനക്കേട് അനുഭവിച്ചിട്ട് പോലും എല്ലാം സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് പ്രഭാവതിക്കും നന്ദനും കുടുംബത്തിനും വേണ്ടിയിട്ടാണ്. എന്നിട്ടും തൻ്റെ ആ ഒരു വിഷമം കാണാതെ തന്നെ മറികടന്ന് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു പറയുന്നത് ഗിരീഷിന് ഒരിക്കലും താങ്ങാനാകില്ല. എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് ഈ ഒരു കേസിനെ തുടർന്ന് ആ പ്രഭാവതിയോടും കുടുംബത്തിനോടുമുള്ള ആറ്റിറ്റ്യൂഡിൽ ആകെ മാറ്റം ഉണ്ടായി. അത് പറയാതിരിക്കാനാകില്ല. എന്തായാലും ചന്ദ്രമതി പുറത്തിറങ്ങിയല്ലോ. ഗിരീഷ് മാഷിൻ്റെ ഈ ജോലി പോയ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ എന്തായാലും ചന്ദ്രമതിക്ക് അത് വല്ലാതെ വിഷമമുണ്ടാക്കും. അപ്പം സോഷ്യൽ മീഡിയയിൽ വല്ല വീഡിയോ ആയിട്ടോ ലൈവായിട്ടും കാണും തൻ്റെ ആ ഒരു കേസ് കൊടുക്കാനുള്ള സാഹചര്യമൊക്കെ തുറന്നു പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടെ ഗിരീഷ് മാഷിൻ്റെ ആ ഒരു മാനക്കേടിനൊക്കെ ഒരു ശമനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.